എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് കൊളസ്ട്രോൾ ഡയറ്റ് ആണ് കേട്ടോ. ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഷോർട്സിനൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൊളസ്ട്രോൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. സോ ഉറപ്പായിട്ടും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുണ്ട്. ഒറ്റ രീതിയിൽ എനിക്ക് ഒറ്റ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് അതിനൊരു ജനറലായിട്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ബോഡിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളസ്ട്രോൾ ആണോ കൂടുതലുള്ളത്, അതോ ഫുഡ് കഴിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുത്തിയ കൊളസ്ട്രോൾ ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡ് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമുക്കിപ്പോൾ ട്രൈഗ്ലിസറൈഡ് എന്നൊരു കൊളസ്ട്രോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഫുഡ് വഴി കഴിച്ചിട്ട് തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് ബോഡിയായിട്ടും സിന്തസിസ് ചെയ്യില്ല എന്നല്ല, എന്നാൽ ഫുഡിൽ നിന്നാണ് കൂടുതലായിട്ടും അത് വരാനായിട്ട് സാധ്യത കൂടുതൽ. ഇനി LDL ഉണ്ട്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതാണെങ്കിൽ ബോഡി ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അത് വളരെ ഗുഡ് കൊളസ്ട്രോൾ ആണ്. നമ്മൾ ഈ ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയില്ലേ, അതിൽ നല്ല കൊളസ്ട്രോൾ ആണ് HDL. ഇത് നമുക്ക് എപ്പോഴും കൂടുതലാണ് വേണ്ടത്, ബാക്കി രണ്ടും എപ്പോഴും നമുക്ക് കുറവാണ് വേണ്ടത്. ഇതിൻ്റെ മൊത്തത്തിൽ വരുന്ന റേഷ്യോ ആണ് നമ്മൾ ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 200 അതിൻ്റെ ഒരു ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 200 മുകളിലോട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 210 220 ഒക്കെ ആയാൽ നമുക്ക് ബോഡി തരുന്ന ഒരു അലേർട്ടാണ്. എന്താണ്, നമുക്ക് ബോഡിയിലെ കൊളസ്ട്രോൾ കൂടാൻ പോവുകയാണ്, നീ ഒരു കൊളസ്ട്രോൾ രോഗിയാകാൻ പോവുകയാണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട്ട് പോവുകയാണെന്ന് ബോഡി നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇല്ലേ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ മയണൈസും ഷവർമയും ഷവായൊക്കെ കഴിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നല്ല വേഴ്സ്റ്റ് കണ്ടീഷനിലോട്ട് പോയിട്ട് നമ്മളൊരു സ്ഥിരം കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അലേർട്ട് ബോഡിയിൽ കാണുമ്പോഴേ നല്ലൊരു ഡയറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ പോലെയൊന്നും അല്ല, ടാബ്ലറ്റ് എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് മാനേജ് ചെയ്തുകൊണ്ടാൻ പറ്റും. പക്ഷേ എടുക്കുന്ന ഡയറ്റ് സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു 1 to 2 വീക്സ് നല്ല രീതിയിൽ ഹൈ ഫൈബറൊക്കെ എടുത്ത് ഡയറ്റ് ചെയ്ത് എല്ലാം ഒന്ന് കോക്കനട്ടൊക്കെ ഒന്ന് നല്ലതായിട്ട് കുറച്ചിട്ട് ഡയറ്റ് എടുത്തിട്ട് വീണ്ടും അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത പ്രോസസ്സ് ഫുഡിൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ പോയത് ഇരട്ടിയായിട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ കുറച്ചത് കഴിക്കാം, അത് കഴിക്കേണ്ടെന്നല്ല, അതിനൊന്ന് മോഡറേറ്റ് ആയിട്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഡയറ്റും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് ടാബ്ലറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നിലനിർത്താനായിട്ട് പറ്റും. ഇനി ഓൾറെഡി നിങ്ങളൊരു കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആണ്, ഓൾറെഡി നല്ല രീതിയിൽ മീൻസ് ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഓൾറെഡി നന്നായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടാബ്ലറ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറ്റ് എടുത്തിട്ട് ആ ടാബ്ലറ്റിൻ്റെ ഡോസ് ഒന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടാബ്ലറ്റ് ഒന്നും കഴിക്കാതിരിക്കരുത്. മസ്റ്റായിട്ടും നിങ്ങളെ ടാബ്ലറ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതിനോടൊപ്പം ഈ പറയുന്ന ഡയറ്റുകൾ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഒരു ഡയറ്റിലോട്ട് ഞാൻ കിടക്കുവാണ്. നമ്മുടെ കോക്കനട്ട് ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കോക്കനട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ തേങ്ങ കഴിക്കണമെന്നല്ല, തേങ്ങ കഴിക്കരുത്. ഓക്കെ, അതാണ് ഞാൻ ജസ്റ്റ് ആ ഒരു വേർഡ് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞത് നിങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്നും ഒഴിവാക്കിയാൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഒരു 90% നമുക്ക് എന്ത് ചെയ്തു, സോൾവ് ആയി കഴിഞ്ഞു. നമ്മുടെ ഇവിടെ സൗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു കേരള കൾച്ചർ എടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കോക്കനട്ട് ഇല്ലാത്തൊരു ദിവസം സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തേങ്ങ ചമ്മന്തി, തേങ്ങ പാലൊഴിച്ച കറികൾ, അതുപോലെ തന്നെ നമ്മുടെ ലഞ്ചിനായാലും തേങ്ങ, ഇപ്പോൾ അവിയൽ, തോരൻ, ഇതിലെല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, തേങ്ങ നന്നായിട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. മീൻകറി, എന്തിന് ചിക്കൻ വയ്ക്കുമ്പോൾ പോലും തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കൾച്ചറാണ് കേട്ടോ, ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല, ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം നമ്മളിങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ ശീലിച്ച് വന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ബാൻ ഓയിലോ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഓയിൽ നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുക്കിംഗ് ഓയിലും പ്ലസ് ഈ ഒരു ഫ്രഷ് കോക്കനട്ടും കൂടെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റും കലോറിയും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഫാറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ലിവറിലും എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഇങ്ങനെയൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ, ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് അറിയാൻ പറ്റില്ലേ. ഇതിനും കാരണം എന്ന് പറയുന്നത്, ഒരു കാരണം കോക്കനട്ട് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കോക്കനട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊരു മെയിൻ കാരണം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പറയുന്ന ഒരു തേങ്ങ ചമ്മന്തി ആയാലും ഈ തേങ്ങ പാൽ ഉപയോഗിക്കുന്ന കറികളായാലും ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി ഇനി നാളെ മുതൽ കഴിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ്
ജസ്റ്റ് അതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസവും കോക്കനട്ട് മീൻസ് തേങ്ങ ചമ്മന്തിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനെ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ ഇപ്പോൾ കടലക്കറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കടലക്കറി വയ്ക്കുന്നതെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ കടല വേവിക്കുമ്പോൾ ഈ കടല തന്നെ കുറച്ച് എന്ത് ചെയ്യുക, ഒന്ന് അരച്ച് ചേർക്കുക. അപ്പോൾ ഗ്രേവി നല്ല തിക്നെസ്സും കിട്ടും, പ്രോട്ടീൻ കുറയില്ല, ഒന്ന് കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. ഓക്കെ, സോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കറികളിലും ഈ കോക്കനട്ടിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. ഇതൊന്ന് കുറച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു 50% എന്ത് ചെയ്തു, നിങ്ങളുടെ കൊളസ്ട്രോൾ നമുക്കിപ്പോൾ ഓൾറെഡി കുറഞ്ഞു. സെക്കൻഡ് എന്ന് പറയുന്നത് ഓയിലാണ്. ഓയിൽ ഒരുപാട് ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ലൈക്ക് നമ്മളിപ്പോൾ കടുക് താളിക്കുക അല്ലെങ്കിൽ കടുക് വറക്കുക എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, നമുക്ക് എന്തോ വലിയ ഒരു ചടങ്ങ് പോലെയാണ് കേട്ടോ അത്. നമ്മൾ തോരനായാലും അവിയലിനായാലും എന്തിനായാലും ആദ്യം കടുക് വറുത്തിട്ടാണ് നമ്മൾ കടുക് താളിച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ കടുക് അങ്ങനെ ചെയ്താലേ കടുക് താളിച്ചുകൊണ്ട് അങ്ങനെ ഭയങ്കര ന്യൂട്രിയൻസോ അല്ലെങ്കിൽ അതൊരു പ്രോസസ്സായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഡിഷിന് എന്തെങ്കിലും ഒരു എൻറ്റയർലി ഡിഫറൻസോ ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റേ ഹൈ ക്വാളിറ്റി ടേസ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരില്ല. നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഒന്ന് നോക്കേണ്ടതെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ഓയിൽ. അതും കമൻറ്റ് വരും ഏത് ഓയിലാണ് ഏറ്റവും നല്ല. കോക്കനട്ട് ഓയിൽ തന്നെയാണ്. കാര്യം നമ്മുടെ ക്ലൈമറ്റിലും നമ്മുടെ ഇവിടെ ഒറിജിൻ ആവുന്നത് കോക്കനട്ട് ഓയിലാണ്. ഏറ്റവും നല്ല HDL ഉള്ളതും നേരത്തെ പറഞ്ഞ ഗുഡ് കൊളസ്ട്രോൾ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതുള്ളതും കോക്കനട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആവശ്യം. ചെയ്യാൻ പാടില്ലാത്തത് ഇതുപോലെ ചൂടാക്കരുത് ഒരുപാട്. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നു, ഫിഷ് പൊരിക്കുന്നു, ചിക്കൻ പൊരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ മെഴുക്ക് വരട്ടി പോലെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യില്ലേ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട്. ചിലർ ഫുൾ ഓയിൽ തന്നെയാണ് ആ ഒരു വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതും നിങ്ങളെ കൊളസ്ട്രോളിന് കാരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെയാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടത് നിങ്ങളിപ്പോൾ സാലഡ് കഴിക്കുന്നു, ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ തോരനായാലും അവയിലായാലും നിങ്ങൾ എന്തായാലും ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 5 ഗ്രാം, ഓക്കെ ഒരു ടീസ്പൂണാണ് പറയുന്നത്, ഒരു 5 ഗ്രാം കോക്കനട്ട് ഓയിൽ ആ ഡിഷിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ ആ ഓയിൽ ചൂടാവില്ല, നിങ്ങൾക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് എന്നാൽ അത് എൻജോയ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സാലഡിൻ്റെ ലാസ്റ്റൊക്കെ ജസ്റ്റ് ഒരു ഡ്രസ്സിങ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. മാത്രമല്ല ഒലിവ് ഓയിൽ വേണമെങ്കിലും ഒരു 5 ഗ്രാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത് പറയാൻ പോകുന്നത് മുട്ടയുടെ കാര്യമാണ് കേട്ടോ. മുട്ട കഴിച്ചാലും കൊളസ്ട്രോൾ കൂടുമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് മുട്ട കഴിക്കാൻ പാടില്ല എന്നൊരു ടോക്കുണ്ട്. അത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല. നമുക്ക് മുട്ടയുടെ യോക്കിലുള്ളത് നല്ല കൊളസ്ട്രോൾ തന്നെയാണ്, HDL തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പുഴുങ്ങി കഴിക്കാം. ഒരു ദിവസം ഒരു മുട്ട പുഴുങ്ങി കഴിക്കാം. നമുക്ക് ഓംലേറ്റ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബുൾസൈ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ ഓയിൽ ആഡ് ആവും. മാത്രമല്ല ആ എഗ്ഗ് വീണ്ടും കുക്കാവുമ്പോൾ വീണ്ടും അതിലെ ന്യൂട്രിയൻസ് ലോസ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചെയ്യരുത്. ബോയിൽ ചെയ്ത ഒരു എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സീഡ്സുകൾ, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്സ്, ഇതൊക്കെ മസ്റ്റ് ആയിട്ടും എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കൊളസ്ട്രോളുകാർക്ക് ഏറ്റവും വേണ്ടത് ഫൈബറാണ്. ഇപ്പോൾ ഓൾറെഡി അകത്തുള്ള ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്ത് പുറത്ത് കളയാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അത് ഡയറക്റ്റായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പറയുന്നത് വെജിറ്റബിൾസ് ആണ്. അഫ്കോഴ്സ് സാലഡ് കഴിക്കുന്നവരെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ 2 ദിവസം കഴിച്ചിട്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കഴിക്കണം. സാലഡ് ബോറായി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലഡ്സിൻ്റെ വെജിറ്റബിൾസ് മാറ്റി കൊടുക്കുക. ഇപ്പോൾ സ്വീറ്റ് കോണും ക്യുക്കുംബറും നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്യാം. അങ്ങനെ വെജിറ്റബിൾസ് മാറ്റി കൊടുക്കുക. പക്ഷേ വെജിറ്റബിൾസ് റെഗുലറായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി റോ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒന്ന് ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. സ്പ്രൗട്ട്സ് ചെയ്ത് ചെറുപയറും വൺപയറും സ്പ്രൗട്ട്സും എല്ലാം തന്നെ എന്താണ് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ ഡയറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഞാൻ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.